പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ബുധൻ്റെ ചാരവശാലുള്ള മകരം രാശിയിലേക്കുള്ള പ്രയാണമാണ്. ആ പ്രയാണം എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. കേവലം 17 ദിവസം മാത്രമേ ബുധൻ മകരം രാശിയിലുള്ളൂ. അതിനാൽ ഈ 17 ദിവസങ്ങൾക്കിടയിലും പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. അതുകൊണ്ടാണ് ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം നാം ചർച്ച ചെയ്യുന്നത്. ബുധ ഫലതസ്തു സർവദ, എപ്പോഴും ഫലം ചെയ്യുന്നു ബുധൻ എന്ന ഗ്രഹം. അതുകൊണ്ടാണ് പലപ്പോഴും അവിചാരിതമായ ലോട്ടറി ലക്ക്, ഊഹക്കച്ചവടത്തിലൊക്കെ പെട്ടെന്ന് ഒരു ദിവസം ഒരു രാത്രി കഴിഞ്ഞ് ഉദിക്കുമ്പോഴേക്കും ഫലം വരുന്നത്. ബാക്കിയൊരു ഗ്രഹത്തിനും ഇപ്രകാരമുള്ള ഫലമില്ല. ഫലം ആചാര്യൻ പറഞ്ഞിട്ടില്ല, ബുധന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ബുധൻ മകരൻ രാശിയിൽ അത്ര ശക്തനല്ല എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. ബുധൻ അതിശക്തമാണ് തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നിയിലും സ്വക്ഷേത്രമായ മിഥുനത്തിലും. പിന്നീട് നല്ല ഫലങ്ങളാണ് തൻ്റെ സുക്ഷേത്രങ്ങളായ ശുക്രക്ഷേത്രങ്ങൾ എവിടെ ഇടവത്തിലും തുലാത്തിലും പറഞ്ഞിട്ടുള്ളത്. ബാക്കി ബുധൻ്റെ ശത്രുക്ഷേത്രങ്ങളാണ് മേടവും വൃശ്ചികവും കർക്കിടകവും ധനുവും മീനവും. ഈ മകരത്തിലെ ബുധൻ പലപ്പോഴും അത്ര നല്ല ആശ്രയഫലം പറഞ്ഞിട്ടില്ല. പരകർമ്മകൃത അസ്വഹ ശില്പബുദ്ധി ഋണവാൻ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. വിഷ്ടികരഹ ബുധേ അർക്കജക്ഷേ. ശരീരക്ഷേത്രങ്ങളായ മകരം കുംഭത്തിൽ ബുധൻ നിൽക്കുമ്പോൾ പരകർമ്മകൃത് അന്യന് വേണ്ടി തൊഴിൽ ചെയ്യേണ്ടി വരും. അസ്വഹ ധനം വേണ്ടത്ര ഉണ്ടാകില്ല. നാസ്തി സ്വം യസ്യ സഹ അസ്വഹ ധനമില്ലാത്ത അവസ്ഥ വരും. ശില്പബുദ്ധി പലപ്പോഴും ഇദ്ദേഹത്തിന് എൻജിനീയറിംഗ് ടാലൻറ്റ്, ശില്പവേലകൾ ധാരാളം വരും. അത് ചിത്രരചനയാകാം. മകരരാശിയിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഫിറ്ററാകാം, വാഹനങ്ങളുമായി ബന്ധപ്പെടുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ, ഓയിലുമായി ബന്ധപ്പെടുന്ന റിഫൈനറിയുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിലാകാം. അല്ലെങ്കിൽ കുംഭൻ രാശിയിലാണെങ്കിൽ അത് സ്ഥിരരാശിയാണെങ്കിൽ സ്ഥിരമായി നിൽക്കുന്ന പലപ്പോഴും ടെക്നിക്കലായ ജോലി. കുംഭൻ രാശി എയറി സൈനാണ്. എയർക്രാഫ്റ്റുമായി ബന്ധപ്പെടുന്ന മെയിൻ്റനൻസ്, എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ, നല്ല സുന്ദരികളായ കുട്ടികളാണെങ്കിൽ ആകാശ സുന്ദരിമാർ, എയർ ഹോസ്റ്റസ് ആവുക. ഈ രീതിയിലൊക്കെ അനുകൂലമായി വരുമെന്ന് അറിയുക. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മേടം മുതൽ 12 രാശിക്കാരുടെ ശുഭാശുഫലങ്ങൾ നാം ചർച്ച ചെയ്യപ്പെടുകയാണ്. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുന രാശിക്കാർക്ക് ചാരവച്ചാൽ ബുധൻ എവിടെ നിൽക്കുന്നു? ബുധൻ 8ാം ഭാവത്തിൽ നിൽക്കുന്നു. അഷ്ടമം ഒരു നല്ല ഭാവമാണോ? നല്ല ഭാവമല്ല. അഷ്ടമം സർവപ്രണാശക വിപദ അപവാദ, അപവാദങ്ങളാണ്, വിപത്തുകളാണ്, എല്ലാ നാശത്തെയും ചിന്തിക്കുന്നു. ജ്യോതിഷത്തിൽ 6, 8, 12 ഭാവങ്ങൾ ദോഷമാണ്. അതിൽ ഏറ്റവും ദോഷമാണ് അഷ്ടമഭാവം, 8ാം ഭാവം. ഈ 8ാം ഭാവത്തിൽ പക്ഷേ ഏത് ഗ്രഹം നിന്നാലും ബുധനൊഴിച്ച് ശുഭഗ്രഹങ്ങളായാലും പാപഗ്രഹങ്ങളായാലും 8ാം ഭാവത്തിൽ നിങ്ങൾക്ക് വളരെ ദോഷമാണ്. പക്ഷേ ബുധൻ 8ൽ വന്നാൽ വിശ്രുത ഗുണാഹ, നല്ല ഗുണങ്ങളാൽ അംഗീകരിക്കപ്പെടും എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും തൻ്റെ ജന്മഗൃഹം ഉപേക്ഷിച്ച് സുഖം ത്യജിച്ച് അന്യദേശത്ത് ചേക്കേറാനുള്ള സമയമാണ്. അതിനുവേണ്ട രേഖാപരമായ വിഷയങ്ങൾ സമർപ്പിക്കണം. പക്ഷേ രേഖ സമർപ്പിക്കുമ്പോൾ അതിൽ കൃത്യത വേണം. പലപ്പോഴും തന്നെ രേഖ തിരിച്ചു വരും, ഇന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ തന്നില്ല എന്ന് പറഞ്ഞു. അപ്രകാരം യാത്രയിൽ ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെടുക, ഡോക്യുമെൻറ്റ്സുമായി ബന്ധപ്പെടുന്ന വിവാദങ്ങൾ വരും, സർക്കാരുമായി കോടതിയിൽ പോകേണ്ടി വരും. ഒരുപക്ഷെ രേഖ നഷ്ടപ്പെട്ട് പോലീസ് സ്റ്റേഷനിലോ പത്രത്തിലോ പരസ്യം കൊടുക്കേണ്ടി വരും. അതിനാൽ എപ്പോഴും തൻ്റെ കക്ഷത്തുള്ള ഡോക്യുമെൻറ്റ്സ് ബാഗിൽ ആണെങ്കിൽ വളരെ ക്ലിയറായി അത് കൈവശം വേണം. മറന്നു പോകും, എവിടെയെങ്കിലും വെച്ച് ഉപേക്ഷിച്ച് പോകും, മറന്നു പോകും. ശ്രദ്ധിക്കണം. ശാരീരികമായി ഗുഹ്യരോഗങ്ങൾ ശ്രദ്ധിക്കണം. ഭയങ്കരം സ്കിൻ പ്രോബ്ലംസ് വരും, ഗുഹ്യഭാഗങ്ങളിൽ സ്കിൻ പ്രോബ്ലം വരും. സോറിയാസിസ് വന്നാൽ വളരെ പൊട്ടി ഒലിക്കുന്ന രീതിയിലുള്ള സ്കിൻ പ്രോബ്ലംസ് വരും. മുഖത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മിഥുനൻ രാശിക്കാർ ഇപ്പോൾ ഉപയോഗിച്ചാൽ വെളുക്കാൻ തേച്ചത് പാണ്ടാകും. സ്റ്റാൻഡേർഡായ ആയുർവേദത്തിൻ്റെ ജെല്ലുകളൊക്കെ ഉപയോഗിക്കുക. ഏതെങ്കിലും പരസ്യത്തിൽ കാണുന്നത് പരട്ടിയാൽ മുഖത്തിന് മുഴുവൻ വൈരൂപ്യം വരും, സുന്ദരമായ മുഖത്തിന് ബുദ്ധിമുട്ടുകൾ വരും. പൂർവികമായ സ്വത്ത് വിൽക്കാൻ നല്ലതാണ്, പക്ഷേ എഗ്രിമെൻറ്റ് ഉണ്ടാക്കാതെ യഥാർത്ഥ രീതിയിൽ എഗ്രിമെൻറ്റ് പ്രോപ്പറായ ഡോക്യുമെൻറ്റ്സിലൂടെ മാത്രം വിൽക്കാൻ ശ്രമിക്കുക. മനസ്സിന് അസ്വസ്ഥമായ പല വിഷയങ്ങളിലും അറിയാതെ വ്യാപരിക്കപ്പെടും. അതിനാൽ മനസ്സിനെ കൺട്രോൾ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, യോഗ പ്രാക്ടീസ് ചെയ്യുക, അനാഹതം ഹൃദയചക്രത്തിനെ നന്നായി ഉണർത്തുക.
ഇവിടെ നിർബന്ധമായും നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിർബന്ധമായും പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്നാകുന്നു. നന്ദി, നമസ്തേ.